ഏറ്റവും പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ, നമ്മൾ കണ്ടു ജൂൺ മാസം 22-ാം തീയതി അർദ്ധരാത്രിയോടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വൈദിക ഗുണ്ടകളും ആൽമായ ഗുണ്ടകളും ചേർന്നൊരുക്കിയ സമവായ പത്രം, അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാർഗരേഖ എന്ന പേരിൽ അർദ്ധരാത്രിയോടെ പുറത്തിറക്കി. അതിനുശേഷം ഈ രൂപതയാകെ ഭിന്നതകളും കലഹങ്ങളും സംഘർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മാർഗരേഖ? സീറോ മലബാർ സഭയിൽ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന ഏതു വിധേനയും തടസ്സപ്പെടുത്തുക, ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് എന്ന പേരിൽ സമവായ ഫോർമുല ഉണ്ടാക്കി അതിന്റെ മറവിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, ഷെഡ്യൂൾഡ് സമയത്ത് അർപ്പിക്കപ്പെടേണ്ട കർത്താവിന്റെ ബലി ആ സമയത്ത് അർപ്പിക്കാതെ തോന്നിയ സമയത്ത്, നാട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ 3 മണി മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ പല വിമത പള്ളികളിലും അരങ്ങേറുന്നു. എങ്കിലും വിശ്വാസികൾ ഒറ്റക്കെട്ടാണ്. സീറോ മലബാർ സഭയോടൊപ്പമുള്ള വിശ്വാസികൾ ഒരു വെയിലും മഴയും മഞ്ഞും വകവയ്ക്കാതെ ആ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുത്ത് അത് അർപ്പിക്കപ്പെടുന്നവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ അവരുടെ ധാർഷ്ട്യവും അവരുടെ അഹങ്കാരവും നിമിത്തം സമയക്രമീകരണം ഒന്നുമുണ്ടാകാതെ തോന്നുന്ന സമയത്ത് അർപ്പിക്കപ്പെടുന്ന ബലിയിൽ വിശ്വാസികൾ ഭക്തിയോടെ പങ്കെടുക്കുന്നു. എന്നിരുന്നാലും ചില ഇടവകകളിൽ ചില വൈദികർ കൂലിക്കാണ് ആളെ നിർത്തിയിരിക്കുന്നത് ബലിയർപ്പിക്കുവാൻ. ഏകീകൃത വിശുദ്ധ ബലിയോട് അവർക്ക് പുച്ഛമാണ്. അവർക്ക് ഇഷ്ടമില്ല കർത്താവിന്റെ ബലിയർപ്പിക്കാൻ. അവർക്ക് ലൗകിക സുഖങ്ങളോടുള്ള ബലിയർപ്പിക്കണം, അവർക്ക് ലോകാസക്തിയോടുള്ള ബലിയർപ്പിക്കണം, അവർക്ക് ജഡികാസക്തിയിൽ മുഴുകി ബലിയർപ്പിക്കണം. അതിനവർക്ക് ജനാഭിമുഖം വേണം, ജനാഭിമുഖം മാത്രം. അതിനവർ ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന അർപ്പിക്കാതെ തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ സഭയെയും സിനഡിനെയും സഭാ നേതൃത്വത്തെയും, എന്തിനു പറയുന്നു, സീറോ മലബാർ സഭയുടെ എന്നല്ല ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ പോലും ധിക്കരിച്ചുകൊണ്ട് അവർ തോന്നുന്നത് പോലെ തോന്നുന്ന ബലി തോന്നുന്ന സമയത്ത് അർപ്പിക്കുന്നു. ഇത് ഒരു ബലി എന്ന് പറയാൻ സാധിക്കുമോ? വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കുക. ഇനിയും നമ്മൾ പുറകോട്ട് നിന്നാൽ, ഇനിയും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളുടെയും വരും തലമുറയുടെയും സ്ഥിതി എന്താകും? വിശ്വാസമുണ്ടാകുമോ ഭൂമിയിൽ? ബൈബിൾ പ്രവചനത്തിൽ പറയുന്നു, മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതിനുള്ള തുടക്കമാണ് ഈ വിശ്വാസരാഹിത്യത്തിന് മുന്നൊരുക്കമായി വിമതരുടെ ഈ ഒത്തുകൂടലും ഈ ഒറ്റക്കെട്ടും ഈ സഭാവിരുദ്ധതയും. അതിന് കൂട്ടുനിൽക്കുന്ന മെത്രാന്മാരെ, നിങ്ങൾക്ക് ദുരിതം എന്നല്ലാതെ സഭയിലെ വിശ്വാസികൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങളെ അനുസരിക്കുവാൻ സാധാരണ വിശ്വാസികൾക്ക് എന്താണ് ബാധ്യത? ഇപ്പോൾ ഇതാ ഈ മരുത്തോർവട്ടം ഇടവകയിൽ വളരെ സമാധാനത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു ഇടവക ജനം, അവരിൽ താങ്കളുടെ പമ്പ്ളാനി പിതാവെ, താങ്കളുടെ മാർഗരേഖ അനുസരിച്ച് ഇതാ ഇപ്പോൾ സംഘർഷ ഭൂമിയെ മാറിയിരിക്കുന്നു. താങ്കൾക്ക് ഉത്തരമുണ്ടോ പറയാൻ? താങ്കൾക്ക് ഇതിനാൽ എന്താണ് പറയാനുള്ളത്? ഇതുപോലെ ഓരോ ഇടവകയും ഛിന്ന ഭിന്നമായി പോകുന്ന മാർഗരേഖയാണോ താങ്കൾ പുറത്തിറക്കിയത്? ഈ മാർഗരേഖ എത്രയും വേഗം പിൻവലിച്ച് കർത്താവ് അർപ്പിച്ച ഒരു ബലി, സീറോ മലബാർ സഭയുടെ ഐക്യത്തിന്റെ ഒരു ബലി ഈ ഇടവകയിലും ഈ രൂപതയിലും മുഴുവൻ അർപ്പിക്കാൻ താങ്കൾ കൽപ്പന പുറപ്പെടുവിക്കണം. നിങ്ങളുടെ മ്ലേച്ഛതകൾ പുറം ലോകം കാണാതിരിക്കാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ വിമതരോട് പുറത്തു നിൽക്കാൻ പറയൂ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ വിശ്വാസികൾ ഓർക്കുക പോലുമില്ല, അത് ദൈവം പോലും ഓർക്കില്ല. അത് കടലിന്റെ അഗാധതയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരെ ഭയക്കണം? നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളും ചിന്തകളും നിങ്ങളുടെ മ്ലേച്ഛപ്രവൃത്തികളും നിങ്ങൾക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ നിങ്ങൾ അനുദപിച്ച് കർത്താവിലേക്ക് തിരിക്കുക. മെത്രാന്മാരെ, നിങ്ങൾ ധൈര്യത്തോടെ സീറോ മലബാർ സഭയെ നയിക്കുക. അല്ലാതെ സഭാവിരുദ്ധരെ നയിക്കുന്ന ഒരു മെത്രാൻ കൂട്ടം ഞങ്ങൾക്ക് വേണ്ട. സീറോ മലബാർ സഭയിൽ ഐക്യത്തിന്റെ കാഹളം മുഴങ്ങാൻ ഏതെങ്കിലും ഒരു മെത്രാൻ, ഏതെങ്കിലും ഒരു മേജർ ആർച്ച് ബിഷപ്പ് തയ്യാറല്ല എങ്കിൽ സ്വയം രാജിവെച്ച് പുറത്തു പോവുക. നിങ്ങൾ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശവാഹകരായ മറ്റു വൈദികർക്ക് അവകാശം കൊടുക്കുക, അനുവാദം കൊടുക്കുക. അവർക്ക് ലോകത്തെയും സീറോ മലബാർ സഭയെയും വിശ്വാസത്തോടെ നയിക്കാൻ സാധിക്കും. നിങ്ങൾ ഒഴിഞ്ഞു പോവുക. നിങ്ങൾ സീറോ മലബാർ സഭയെ നശിപ്പിക്കാതെ, നിങ്ങൾ മാർഗരേഖ എന്ന പേരിൽ സംഘർഷം വർദ്ധിപ്പിക്കാതെ, നിങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ സ്വയം രാജിവെച്ചൊഴിയുക. നിങ്ങൾ സമാധാനമല്ല, ഭിന്നതയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ മൂലം ഈ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എല്ലാ ഇടവകയിലും താമസമന്യേ കലഹങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കും. നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ, ക്രിസ്ത്യാനികളുടെ മാതൃകയാണെങ്കിൽ, നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ, നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യസമേതം ഇന്നലകളെ മറന്ന് ഇന്നത്തെ സഭയെ നയിക്കുക. വിമതരെ ഭയപ്പെടാതെ,
തൻ്റെ ഇടത്തോടെ പ്രവർത്തിക്കുക മെത്രാന്മാരെ. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞു പോവുക. ഈ സീറോ മലബാർ സഭയെ നയിക്കാൻ പ്രാപ്തരായ മെത്രാന്മാർക്ക് അവസരം കൊടുക്കുക. വീണ്ടും യോഹന്നാൻ 2:8 പറയുന്ന വചനത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ സഭയെ നയിക്കുക. യോഹന്നാൻ 2:8 ഇപ്രകാരം പറയുന്നു, എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ്. അത് അവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വചനത്തിന്റെ അഭിഷേകം പ്രിയ മെത്രാന്മാരെ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. നിങ്ങൾക്ക് ശക്തി കൈവരട്ടെ. അന്ധകാരം അസ്തമിക്കട്ടെ. പുതിയ പ്രകാശത്തിലേക്ക് നിങ്ങളെ ദൈവം കൈപിടിച്ച് നയിക്കട്ടെ. അതിനുവേണ്ടി വിശ്വാസ സമൂഹം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ഒരു കുറവും കൂടാതെ നിങ്ങളെ കൈകളിൽ കർത്താവ് താങ്ങിക്കൊള്ളും.